പാലക്കാട് എം.എൽ.എ ആയ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയാൻ ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു സർക്കാർ ചെയ്തത്. മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഇതെല്ലാം വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇരയുടെ വാദം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഗൂഢാലോചന നടത്തിയവരും ഇന്നല്ലെങ്കിൽ നാളെ പൊതുജന മധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. മാങ്കൂട്ടം എം.എൽ.എക്ക് സ്വന്തം മണ്ഡലത്തിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയോ വലിയ എതിർപ്പൊന്നും ഇല്ലെങ്കിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. പെൺവിഷയത്തിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരാളെ മത്സരിപ്പിക്കുന്നത് എതിരാളികൾക്ക് പ്രയോഗിക്കാനുള്ള ഒരു ആയുധമായി മാറും എന്നുള്ളത് കൊണ്ട് അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് പാലക്കാട്ട് മറ്റൊരാളെ കണ്ടെത്തണം എന്നുള്ളതാണ് ചുരുക്കം. അതിനായി കോൺഗ്രസ് കാണുന്നത് മറ്റാരെയുമല്ല, സന്ദീപ് വാര്യരെയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. കാരണം കേരളത്തിലെ തന്നെ BJPയെ അടിച്ചിരുത്താൻ കഴിവുള്ള കോൺഗ്രസിനുള്ളിലെ ഏറ്റവും ശക്തനായ നേതാവാണ് സന്ദീപ് വാര്യർ. പഴയ BJPക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പലതരത്തിലുമുള്ള ബോംബുകളും ഉണ്ട് എന്നാണ് അറിയുന്നത്. അത് BJPക്കെതിരെ പ്രയോഗിച്ചാൽ മാത്രം മതി. സന്ദീപ് വാര്യർ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തീപാറുന്ന പോരാട്ടമായിരിക്കും നടക്കുക. കോൺഗ്രസിനെ പോലെ തന്നെ മുസ്ലിം ലീഗിനും ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നുള്ള നിലയിൽ സന്ദീപിനെ ജയിപ്പിക്കേണ്ടത് UDFന്റെ അഭിമാന പ്രശ്നവും എന്നിരിക്കെ സന്ദീപിനെ തോൽപ്പിക്കേണ്ടത് BJPയുടെ അത്യാവശ്യ കാര്യവുമാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടുപേർക്കും ജീവൻ മരണ പോരാട്ടമായി അത് മാറും. മാങ്കൂട്ടത്തിലിൻ്റെ കേസ് വരുന്നതിന് മുൻപ് തൃശ്ശൂരിലും ഗുരുവായൂരിലും ഷൊർണൂരിലുമൊക്കെ പേര് പറഞ്ഞു കേട്ട സന്ദീപ് വാര്യരെ പാലക്കാട്ടേക്ക് നിയോഗിക്കുമ്പോൾ അത് സമാനതകളില്ലാത്ത പോരാട്ടക്കാഴ്ചയാണ് കേരളത്തിന് സമ്മാനിക്കാൻ പോകുന്നത്. സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ശൈലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടി 100% പോരാടുന്ന വ്യക്തിയാണ്. BJPയിലാകുമ്പോൾ ആ ആശയത്തിൽ അണുകിട വ്യത്യാസമില്ലാതെ നിന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലെത്തിയപ്പോൾ കോൺഗ്രസിന്റെ പഴയ നേതാക്കളെക്കാളും ആത്മാർത്ഥതയുള്ള ഒരു പോരാളിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. BJPക്ക് വേണ്ടി പടവെട്ടിയ നേതാവ് കോൺഗ്രസിലെത്തിയപ്പോൾ മുസ്ലിം ലീഗ് എന്ത് സമീപനം സ്വീകരിക്കും എന്നതിൽ സംശയിച്ചവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പൊന്നോമനയായി മാറുന്ന കാഴ്ചയാണ് സന്ദീപ് വാര്യരെ കണ്ടത്. പാർട്ടി മാറി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാണക്കാട്ടെ തറവാട്ടിലെത്തിയ സന്ദീപിന് അന്ന് നൽകിയ സ്നേഹവായ്പ 100 ഇരട്ടി ശക്തിയോടെ ഇന്നും മുസ്ലിം ലീഗ് നൽകുന്നു എന്നുള്ളത് അദ്ദേഹത്തെ എവിടെ നിർത്തിയാലും ജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തെളിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ കഴിയുന്ന പാലക്കാട് മണ്ഡലത്തിൽ സന്ദീപ് വാര്യർക്ക് ഒരു വെല്ലുവിളിയും ഉണ്ടാകില്ല എന്നുറപ്പാണ്. UDFന് മൃഗീയ ഭൂരിപക്ഷമുള്ള പിരായിരി പോലെയുള്ള പഞ്ചായത്തിൽ സന്ദീപിന്റെ വരവ് കൂടുതൽ ശക്തി പകരും എന്നും ഉറപ്പായി കഴിഞ്ഞു. BJPയും CPMഉം ഏറ്റവും അധികം രഹസ്യബന്ധം സൂക്ഷിക്കുന്ന പാലക്കാട്ട് എന്തെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുമോ എന്നതും ആശങ്കപ്പെടുമ്പോൾ ആ ആശങ്കയേറ്റാൻ സന്ദീപിന് എളുപ്പം കഴിയും എന്നുള്ളത് BJPയിലെ വിഭാഗീയത ഉത്തരം പറയും. കാരണം പാലക്കാട്ടെ BJPയെ നയിക്കുന്നത് C കൃഷ്ണകുമാറാണ്. അദ്ദേഹം ഇപ്പോൾ പീഡനക്കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. കൂടാതെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കാൻ ഒരാൾ മാത്രമേ പാലക്കാട്ടുള്ളൂ എന്ന് കൃഷ്ണകുമാറിനെ കുറിച്ച് സന്ദീപ് തന്നെ പരിഹസിക്കുമ്പോൾ ആ വിഭാഗത്തിലും വോട്ടുകൾ നേടാനുള്ള കഴിവ് സന്ദീപ് വാര്യർക്ക് ഉണ്ട് എന്നുള്ളത് രഹസ്യ സർവേയിൽ കോൺഗ്രസ് മനസ്സിലാക്കി കഴിഞ്ഞു. ആക്രമണകരമായ സ്വഭാവത്തിലൂടെ കോൺഗ്രസുകാരെ കൂടുതൽ അടുപ്പിച്ചതുപോലെ തന്നെ മറ്റു പാർട്ടിക്കാരെ കൂടുതൽ അകറ്റിയെന്നതും മാങ്കൂട്ടത്തിലിന് പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ പാലക്കാട്ട് കളിച്ചു വളർന്ന സന്ദീപിന് സുഹൃത്ത് വലയങ്ങൾ കൂടുതൽ ഉണ്ട് എന്നുള്ളതും അനുകൂല ഘടകമാണ്. ഏതായാലും മാങ്കൂട്ടം MLAയെ കൊണ്ടുണ്ടായ പേരുദോഷം സന്ദീപ് വാര്യരെ മുൻനിർത്തി മാറ്റിയെടുക്കാൻ കോൺഗ്രസ് പണി തുടങ്ങി എന്നുള്ളതാണ് ഏകദേശം തീരുമാനമായിരിക്കുന്നത്. കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രം ഇപ്പോഴുള്ള പാലക്കാട്ട് കുറഞ്ഞത് 4 സീറ്റെങ്കിലും എത്തിക്കാനുള്ള നീക്കത്തിനും ഇത് ശക്തി പകരുമെന്നുള്ളതാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. അതിനായുള്ള പോരാട്ടത്തിലും കോൺഗ്രസിന്റെ ഒത്തൊരുമയും BJPയുടെ വിഭാഗീയതയും തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിന്റെ സവിശേഷത.